കുഷ്ഠരോഗത്തെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ആരോഗ്യവകുപ്പ് നടത്തുന്ന ക്യാമ്പയിനിൻ്റെ പേരെന്ത്? ഉത്തരം അശ്വമേധം. 2025 ജനുവരി 28 തുടക്കം കുറിച്ച 38ാമത് ദേശീയ ഗെയിംസ് നടന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഉത്തരാഖണ്ഡിൽ. 38ാം ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നമേത്? ഉത്തരം മൗലി. പക്ഷിയുടെ തലയും മനുഷ്യൻ്റെ ശരീരവും. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും 2025 ജനുവരി 29 നടന്നത് എത്രാമത്തെ വിക്ഷേപണമാണ്? ഉത്തരം 100ാമത്തെ വിക്ഷേപണം. വിക്ഷേപണ ഉപഗ്രഹത്തിൻ്റെ പേര് NVS-02. 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം NS മാധവൻ. 2024 48ാമത് വയലാർ പുരസ്കാരത്തിന് അർഹനായതാരാണ്? ഉത്തരം അശോകൻ ചരുവിൽ. കൃതി കാട്ടൂർ കടവ്. 2025 200ാമത് ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന കേരള നവോത്ഥാന നായകനാര്? ഉത്തരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത മലയാളി എഴുത്തുകാരൻ ആര്? ഉത്തരം MT വാസുദേവൻ നായർ. മരണാനന്തര ബഹുമതി. 2025 ജനുവരി 26 നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഉത്തരം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ. ധ്യാൻ ചന്ദിനു ശേഷം പത്മഭൂഷൺ ലഭിക്കുന്ന ആദ്യ ഹോക്കി താരം ആര്? ഉത്തരം PR ശ്രീജേഷ്. അമേരിക്കയുടെ ദേശീയ പക്ഷിയായി അടുത്തിടെ പ്രഖ്യാപിച്ച പക്ഷി ഏത്? ഉത്തരം ബാൾഡ് ഈഗിൾ. 2025 ജനുവരി 20 അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത ഇന്ത്യയുടെ പ്രതിനിധി ആര്? ഉത്തരം ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി S ജയശങ്കർ. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക്? ഉത്തരം K അരവിന്ദാക്ഷൻ. ഗോപ എന്ന നോവലിന്. ഇന്ത്യയിൽ എത്ര സ്ഥലങ്ങളിൽ വെച്ചാണ് കുംഭമേള നടക്കുന്നത്? ഉത്തരം 4. പ്രയാഗ്രാജ്, ഹരിദ്വാർ, നാസിക്, ഉജ്ജയിൻ. ദേശീയ ഭരണഘടനാ ദിവസം ഏത്? ഉത്തരം നവംബർ 26. ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആര്? ഉത്തരം ഡോക്ടർ V നാരായണൻ. 2024 ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഡൊണാൾഡ് ട്രംപ്. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ
ബൗളർമാരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ബൗളർ ആര്? ഉത്തരം ജസ്പ്രീത് ബുംറ. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ്? ഉത്തരം വി രാമസുബ്രഹ്മണ്യൻ. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയതാര്? ഉത്തരം ഗുകേഷ് ദൊമ്മരാജു. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഉത്തരം സഞ്ജീവ് ഖന്ന. ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി 2024 വാക്കായി തിരഞ്ഞെടുത്തത് ഏത്? ബ്രെയിൻ റോട്ട്. ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഉത്തരം ഹീരാലാൽ സമരിയ. വള്ളത്തോൾ പുരസ്കാരം അവസാനമായി നൽകിയത് 2019 ആർക്കാണ് ലഭിച്ചത്? ഉത്തരം പോൾ സക്കറിയ. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് കൂടിയാണ്. കേരളത്തിലെ സിനിമാ മേഖലയിൽ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച കമ്മിറ്റിയുടെ പേരെന്ത്? ഉത്തരം ഹേമ കമ്മിറ്റി. 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളിയായ ഫുട്ബോൾ താരം ആര്? ഉത്തരം IM വിജയൻ. 2024 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം കവി റഫീഖ് അഹമ്മദിന്. 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരവും ലഭിച്ചു. ചൈനയിൽ പടരുന്ന, ഇപ്പോൾ ഇന്ത്യയിലും പടർന്നു തുടങ്ങിയ വൈറസ് ഏത്? ഉത്തരം HMPV, ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. കൊച്ചിയിലെ കണ്ടൽ മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി? ഉത്തരം മുരുകേശൻ. ഗ്രാമീണ മേഖലയിൽ സമ്പൂർണ്ണ കുടിവെള്ളം എന്ന ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര്? ഉത്തരം ജലജീവൻ മിഷൻ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സുവർണ കിരീടം കരസ്ഥമാക്കിയ ജില്ല ഏത്? ഉത്തരം തൃശൂർ. മികച്ച കായിക പരിശീലകന് ഭാരത സർക്കാർ നൽകുന്ന ദ്രോണാചാര്യ പുരസ്കാരം 2024 ലഭിച്ച മലയാളി പരിശീലകൻ ആര്? ഉത്തരം S മുരളീധരൻ. 2024 ഖേൽ രത്ന പുരസ്കാരം നേടിയ വനിതാ ഷൂട്ടിംഗ് താരം ആര്? ഉത്തരം മനു ഭാക്കർ. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിൻ്റെ നിലവിലെ ഉപാധ്യക്ഷനാര്? ഉത്തരം സുമൻ കെ ബെറി. റിസർവ് ബാങ്കിൻ്റെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത് ആര്? ഉത്തരം സഞ്ജയ് മൽഹോത്ര. 2024 ബുക്കർ സമ്മാനം ലഭിച്ചത് ആർക്ക്? ഉത്തരം ബ്രിട്ടീഷ് സാഹിത്യകാരിയായ സമാന്ത ഹാർവിക്ക്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? ഉത്തരം അന്റോണിയോ ഗുട്ടറസ്. 2025 ഹരിവരാസനം പുരസ്കാരം നേടിയതാര്? ഉത്തരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.
2024 വീരമണി ദാസൻ. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള പിന്നണി ഗായകനാര്? ഉത്തരം പി ജയചന്ദ്രൻ. 78ാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ആര്? ഉത്തരം പശ്ചിമ ബംഗാൾ. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കമൻ്റ് ചെയ്യൂ. 73-ാം വയസ്സിൽ അടുത്തിടെ അന്തരിച്ച ഉസ്താദ് സക്കീർ ഹുസൈൻ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരുന്നു?